അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് മെട്രോ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ മെട്രോ ട്രെയിനിൽ ഒരു പാസഞ്ചേഴ്സിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന മെട്രോ ട്രെയിൻ. അപ്പൊ നമുക്ക് അത്ര ഉയരത്തിൽ കൂടെ നമ്മൾ പോകുമ്പോൾ അത് മാത്രമല്ല ട്രാഫിക്കില്ലാതെ നമുക്ക് പെട്ടെന്ന് തൃപ്പൂണിത്തുറ എത്തുകയും ചെയ്യാം. മറ്റേ നമ്മൾ റെയിൽവേയിൽ വന്നിറങ്ങി, റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി, പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ തൃപ്പൂണിത്തുറയ്ക്കൊക്കെ പോകണമെങ്കിൽ ബസ് കാത്തുനിന്ന് ബസ് ചിലത് വരും, ചിലപ്പോൾ വരില്ല, കുറെ ടൈം എടുക്കും. ഇത് അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് നേരെ ട്രെയിനിൽ ഇറങ്ങാൻ നേരെ വരെ മെട്രോ സ്റ്റേഷനിൽ വരാം. ഇനി തൃപ്പൂണിത്തുറയ്ക്ക് പോകണമെങ്കിൽ അവിടെ വരെ ട്രെയിനിൽ അല്ലെങ്കിൽ ആലുവയ്ക്ക് പോകണമെങ്കിൽ അതുകൊണ്ട് ട്രെയിൻ 30 രൂപയുടെ കാര്യമുള്ളൂ. സുഖമായിട്ട് യാത്രയാണ്, ടെൻഷനില്ല, ട്രാഫിക്കില്ല, സുഖമായിട്ട് നമുക്ക് അത്രയും ചില്ലാണ്. ഈ മെട്രോയിൽ കയറിക്കാൻ നമുക്ക് ഡിജിറ്റൽ ആയിട്ടൊരു സംഭവം ഉണ്ട്. അതിനകത്ത് എഴുതിക്കാണെങ്കിൽ ഓരോ സ്റ്റേഷന്റെ പേരുകൾ മനസ്സിലായില്ലെങ്കിൽ ഓറഞ്ച് ഡോട്ടിലാണ് ആരോ കൊടുക്കുന്നത് സ്റ്റേഷന്റെ കാര്യം. പിന്നെ ഇപ്പൊ മനസ്സിലായില്ല എഴുതി വായിക്കാൻ ശ്രദ്ധയില്ല എന്നുള്ളത് ഇവിടെ ഓഡിയോ ആയിട്ട് ഒരു ഗൂഗിളിന്റെ ഒരു സംഭവം ഉണ്ട്, വേർഷൻ ആയിട്ടുള്ളതാണ്. എറണാകുളം പറയില്ല ശ്രീ ഐസ്ക്രീം പ്രസൻസ്, അങ്ങനെ കുറച്ച് കേരളം സംസാരിക്കുക. അങ്ങനെ കുറെ ഉപകാരങ്ങളുണ്ട് മെട്രോയിൽ. ചെറിയ പാട്ടിടും, പിന്നെ സ്റ്റേഷൻ എന്തെങ്കിലും ഡുഡും കൊട്ടും അങ്ങനെ പിന്നെ ശബ്ദമുണ്ട് പുറത്ത്. നല്ല എ സി ആണ് ഫുൾ ടൈം. രാവിലെ 6 മണിക്ക് തുറക്കും, രാത്രി 11 മണിക്കും ചെയ്യും. അങ്ങനെയാണ് ഈ ടൈമിൽ കത്തുന്നത്. പിന്നെ പെട്ടെന്നോട്ട് ബ്ലോക്കും കാര്യങ്ങളൊന്നും സുഖമല്ല. അല്ല ഇപ്പൊ സ്റ്റേഷൻ എത്തും, മറ്റേ സ്റ്റേഷൻ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ തക്കു ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മെട്രോ ട്രെയിൻ നമുക്ക് നേരിട്ട് മറ്റേ എന്താ പറയാ കേരളത്തിൽ ചാവക്കാട് വഴി വരുന്നതൊക്കെ പറയുന്നുണ്ട്. അറിയില്ല എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. മെട്രോ നല്ല അടിപൊളിയാവും. നമുക്ക് നേരിട്ട് ഗുരുവായൂരിന്ന് കയറി കഴിഞ്ഞാല് ഒരു ബ്ലോക്കില്ലാതെ നേരെ നടത്തുന്നത്. അങ്ങനെ കേരളം ഫുള്ളായിട്ട് ഈ സാധനം വന്ന് മെട്രോ ട്രെയിൻ വന്നിട്ടുള്ള എന്താ നമ്മുടെ നാട്ടിലെ ഇതിപ്പോ എറണാകുളം തന്നെ ഉണ്ടല്ലോ, ഒരു ചെന്നൈ ഒക്കെ പോയി. ചെന്നൈയിൽ തന്നെ IT മേഖല, അതുപോലെ തന്നെ ടെക്നോളജിപരമായിട്ട് ഏറ്റവും വളർന്ന ഒരു ജില്ലയാണ് ഈ എറണാകുളം എന്ന് പറയുന്നത്. കൂടുതൽ ജോലിക്കാരുടെ അവസ്ഥ തന്നെ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അതിൽ നിന്നൊരു മാറ്റത്തിനാണ് സംഭവം മെട്രോ. പക്ഷെ ഇത് ഒന്നുകൂടി വികസിക്കാനുണ്ട്. തൃശ്ശൂർ എറണാകുളം മൊത്തം ഇല്ലല്ലോ. ഇല്ല, എറണാകുളത്തല്ല, തൃശ്ശൂർ ആലുവ മുതലല്ലേ. ആലുവ മുതൽ നമ്മുടെ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറന്ന് അങ്ങോട്ടും ആലുവന്ന് അങ്ങോട്ടും നീട്ടും. മാക്സിമം തൃശ്ശൂരൊക്കെ ചില അടുത്ത സ്റ്റേഷൻ നമ്മുടെ തൈക്കുടം വേണ്ട, അതിന് ഉണക്കോട്ടെ. അതെ.